നമസ്കാരം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കുന്നത് വഴിയും എല്ലാ വിധത്തിലുള്ള അംഗീകാരങ്ങളും ലഭിക്കും. അതിലുപരി വ്യാപാര വിപണന വിതരണ മേഖലകളിലാണെങ്കിൽ പുതിയ കരാറ് ജോലികൾ ഒപ്പുവയ്ക്കുവാനും പുതിയ കർമ്മമണ്ഡലങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്യുന്നത് പ്രാവർത്തികമാക്കുവാനും സാധ്യതയുണ്ട്. പഠിച്ച വിഷയത്തിനോട് ബന്ധപ്പെട്ടതായുള്ള ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് മറ്റൊരു തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് അവസരങ്ങൾ വന്നു ചേരുന്നത് സ്വല്പം പണച്ചെലവുണ്ടെങ്കിൽ പോലും മാതാപിതാക്കളുടെ നിർദ്ദേശപ്രകാരം അങ്ങനെ ഒരു പാഠ്യപദ്ധതിക്ക് ചേരുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവർക്ക് പല വിധത്തിലുള്ള നിബന്ധനകൾ കൂടുന്നത് വഴിയും ചെലവിനങ്ങൾ വർദ്ധിക്കുന്നത് വഴിയും മറ്റു ചിലർക്ക് അവിടെ പദ്ധതികൾ ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ അവിടെ തൊഴിൽ തുടരുവാൻ സാധിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ ജന്മനാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. അവിചാരിതമായിട്ട് ഉന്നതരുമായി സൗഹൃദ ബന്ധം ഏർപ്പെടുന്നത് വഴി പുതിയ കർമ്മമണ്ഡലങ്ങളെപ്പറ്റി രൂപകൽപ്പന ചെയ്യാൻ സാഹചര്യങ്ങളുണ്ടാകും. എന്നാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അവസരമുണ്ടാകും. അനുഭവജ്ഞാനത്താൽ നന്മ തിന്മകളെ വേർതിരിച്ചറിഞ്ഞ് തിന്മകളെ ഒഴിവാക്കുക മാത്രമല്ല സമാന ചിന്താഗതിയിലുള്ളവരുമായ ആശയവിനിമയങ്ങൾ നടത്തുന്നതിൻ്റെ വെളിച്ചത്തിൽ അവരുടെ തിന്മകളെപ്പോലും ഉന്മൂലനം ചെയ്യാൻ തക്കവണ്ണം നിർദ്ദേശങ്ങൾ നൽകുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. കീഴ് ജീവനക്കാരുടെ പിൻബലത്താൽ പുതിയ പദ്ധതികൾ ഏറ്റെടുക്കാൻ അവസരം വന്നു ചേരും. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായുള്ള അവസ്ഥാവിശേഷം സംജാതമാകുവാനിടയുണ്ട്. മാർച്ച് മാസത്തിൽ അവധി ലഭിക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ട് അഥവാ കഴിഞ്ഞ വർഷത്തെ അവധി ബാക്കിയുള്ളത് കൊണ്ട് മാർച്ച് മാസത്തിൽ തന്നെ പുണ്യതീർത്ഥ ഉല്ലാസ യാത്രകൾക്ക് വിനോദയാത്രകൾക്ക് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ ഇടയുണ്ട്. ശുഭപ്രതീക്ഷകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനും ദ്രുതഗതിയിലാക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും നിർദ്ദേശങ്ങൾ നൽകുവാനും ഇടയുണ്ട്. പലപ്പോഴും അപരിചിതരുമായിട്ടുള്ള ആത്മബന്ധം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും എന്ന ധാരണയോടുകൂടി തന്നെ പല കാര്യങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ഒരു ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറി എന്നാൽ സുഹൃത്തിന് വേണ്ടി പ്രചരണ രീതികൾക്ക് ഒരു കൃത്യമായുള്ള ദിശാപദ്ധതികൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രൂപരേഖ തയ്യാറാക്കുവാനും അതിനു വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനും ഇടവരും. സുതാര്യതയുള്ള സമീപനത്താൽ സർവകാര്യ വിജയം കൈവരിക്കാനിടവരും. സങ്കീർണമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള ആത്മവിശ്വാസമുണ്ടാകും. പണം കടം കൊടുക്കുന്നതും കടം വാങ്ങിക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ ഒരു മാസത്തിൽ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കഫ നീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുന്നത് വഴി ഒരുപക്ഷെ 1-2 ദിവസം ഗൃഹത്തിലിരുന്ന് ജോലി ചെയ്യേണ്ടതായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഭാവിയിലേക്കും ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ 1-2 മണിക്കൂർ ദീർഘവീക്ഷണം വേണ്ടി വരുന്ന വിധത്തിൽ തൊഴിൽ മാറ്റത്തിന് സാധ്യത കാണുന്നതുമുണ്ട്. കർമ്മമണ്ഡലങ്ങളിൽ അവിസ്മരണീയമായിട്ടുള്ള നേട്ടം കൈവരിക്കുന്നത് വഴി സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും. ദമ്പതികളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി മാറ്റമുണ്ടാകുന്നത് വഴി സ്വല്പം മനസ്സിന് സ്വസ്ഥതക്കേടുകളൊക്കെ ഉണ്ടാകുമെങ്കിലും ജൂൺ മാസത്തിന് ശേഷം ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം അവസരങ്ങളുണ്ടാകും എന്ന നിർദ്ദേശം അല്ലെങ്കിൽ സൂചന ലഭിച്ചതിനാൽ ഇങ്ങനെയുള്ളൊരവസരത്തെ സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ സാധിക്കും.
ആത്മാഭിമാനത്താൽ വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുവാനായിട്ട് എല്ലാ കാര്യങ്ങളിലും ഒരു സ്വയം നിയന്ത്രണത്തിന് തയ്യാറാകുവാനിടയുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം മറ്റ് രാഷ്ട്രത്തിൽ ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ അങ്ങനെ മറ്റ് രാഷ്ട്രത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം അവസരത്തിന് വേണ്ടി ശ്രമിക്കുവാനും അപേക്ഷകൾ നൽകുവാനും ഇടയുണ്ട്. ഒരുപക്ഷെ ഇതിലൊരു അനുമതി എന്നതൊക്കെ തന്നെ ജീവിത പങ്കാളി ആദ്യം അവിടെ പോയിട്ട് പിന്നീട് സ്വന്തം നിലയിൽ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ജൂൺ മാസത്തിന് ശേഷം മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കവണ്ണം എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്രമീകരിക്കാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. അതായത് തൊഴിൽ കുടുംബജീവിതവും ഒരേപോലെ ക്രമീകരിക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനിടയുണ്ട്. അതായത് പ്രാരംഭത്തിൽ ഈ മാസത്തിൽ സ്വല്പം സമാധാനക്കേടും സ്വസ്ഥതക്കേടുകളൊക്കെ ഉണ്ടാകുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളെ കൊണ്ടും യുക്തിയുക്തം ചിന്തിച്ചു പ്രവർത്തിക്കുന്നത് വഴിയും മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകൾ കൊണ്ടും എല്ലാം ശുഭകരമാക്കി തീർക്കുവാനുള്ള അവസരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ നിലവിലുള്ള പാഠ്യപദ്ധതിയോട് ബന്ധപ്പെട്ട് ഉപരിപഠനത്തിന് അവസരങ്ങൾ വന്നു ചേരുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും എന്ന സങ്കല്പത്തോടുകൂടി ഉപരിപഠനത്തിന് ചേരുവാനിടവരും. ഒരുപക്ഷെ സംതൃപ്തിയുള്ള ജോലിയല്ലാത്തതിൻ്റെ വെളിച്ചത്തിൽ ജോലി രാജിവെച്ചാലോ വ്യാപാര വിപണന വിതരണ മേഖലയിൽ പണം മുതൽ മുടക്കിയാലോ എന്ന പല തോന്നലുകളും ഉണ്ടാകുമെങ്കിൽ പോലും വിദഗ്ധമായിട്ട് അന്വേഷിച്ച് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇറങ്ങി പുറപ്പെടാവൂ. അല്ലാത്ത പക്ഷം ഒരുപക്ഷെ ജൂൺ മാസത്തിൻ്റെ ഉള്ളിൽ നഷ്ടകഷ്ടങ്ങൾ സംഭവിക്കുവാൻ ഇടയുണ്ട്. അവിചാരിതമായിട്ട് ഗൃഹോപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും മാറ്റിവാങ്ങുവാൻ പ്രതീക്ഷിച്ചതുപരി പണച്ചെലവ് അനുഭവപ്പെടുവാനിടയുണ്ട്. എന്നിരുന്നാൽ പോലും സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിന് തയ്യാറാകുവാൻ ഇടയുണ്ട്. കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം സംജാതമാകും. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ പലതും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും കാര്യകാരണങ്ങളെല്ലാം രേഖാപരമായിട്ട് സമർപ്പിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ മേലധികാരികളുടെയും ഉടമസ്ഥരുടെയും മിഥ്യാധാരണകൾ ഒഴിഞ്ഞു പോകുവാനും ജോലിയിൽ നിലനിൽക്കുവാനുള്ള അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വൈവിധ്യങ്ങളായിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ ഏൽപ്പിച്ചുകൊണ്ട് തൊഴിൽ മേഖല വിപുലമാക്കുന്നതിനെ പറ്റിയിട്ട് പുനരാലോചിക്കാനിടയുണ്ട്. അതായത് സ്വന്തം കയ്യിൽ നിന്നും പണം മുതൽ മുടക്കാതെ മറ്റൊരാൾ പണം മുതൽ മുടക്കുന്നതിൻ്റെ പൂർണ്ണ ഭരണ ചുമതലകളും വിപണന വിതരണ മേഖലകളുടെ ചുമതലകളും ഏറ്റെടുക്കുവാനുള്ള അവസരം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. എന്നാൽ നിശ്ചിത ശമ്പളവും പിന്നീട് ലാഭശതമാന വിഹിതം ലഭിക്കത്തക്ക വിധത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരത്തെ പോലും സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ കർമ്മമണ്ഡലങ്ങൾക്ക് ക്രമാനുഗതമായുള്ള പുരോഗതി ഉണ്ടാകുവാനിടയുണ്ട്. പരമപ്രധാനമായുള്ള വിഷയങ്ങൾ അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി ഗ്രഹിക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറി മറ്റ് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ചേരുവാനുള്ള അവസരം സാഹചര്യങ്ങൾക്കനുസരിച്ചും സുതാര്യതയോടുകൂടിയും പ്രവർത്തിക്കാനുള്ള അവസരം വന്നു ചേരും. ഒരു പക്ഷേ ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം കൈവരിക്കാനുള്ള അവസരം പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. മേലധികാരി ചെയ്തു വച്ചതായിട്ടുള്ള പല വിധത്തിലുള്ള അബദ്ധങ്ങളും തിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 6-7 മാസമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. ഇനിയും ഈ ഒരു നില തുടരേണ്ടതായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉടമസ്ഥരെയും ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ രേഖാപരമായിട്ട് തന്നെ കാര്യകാരണങ്ങളെല്ലാം ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്ന് ചേരേണ്ടതാണ്. അല്ലാത്ത പക്ഷം അവർക്ക് പോലും മിഥ്യാധാരണകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ആഗ്രഹിക്കുന്ന ഭൂമി വിൽപ്പനയ്ക്ക് ഏറെക്കുറെ അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും.
പൊതുപ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുവാനും ഒരുപക്ഷെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിരിക്കാം അത് ഗുണകരമായുള്ള രീതിയിൽ തന്നെ അനുവർത്തിക്കാൻ പോലും സാധ്യതയുണ്ട്. ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളിലും അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ ഇടവരും. പൂർവികർ അനുവർത്തിച്ചു വരുന്ന ആചാരക്രമങ്ങൾ അനുഷ്ഠിക്കുന്നത് വഴി സാംക്രമിക രോഗങ്ങളെയോ പകർച്ചവ്യാധിയെയോ അതിജീവിക്കുന്നതിന് പോലും സാധ്യതയുണ്ട്. നയതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ ലക്ഷ്യപ്രാപ്തി നേടുന്നത് വഴി മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും പ്രാരംഭത്തിൽ ചില തടസ്സങ്ങളും അനുമതി കുറവുകളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും കാര്യകാരണങ്ങളെല്ലാം കൃത്യമായിട്ട് ഗവൺമെൻറ്റിലേക്കും അതേപോലെ തന്നെ അതിൻ്റെ മേലധികാരികൾക്കും സമർപ്പിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ അന്തിമ നിമിഷത്തിൽ അതിനുള്ളൊരു ഫലം വന്നു ചേരുവാനിടയുണ്ട്. എന്നാൽ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ വേണ്ടിവരും. മിക്ക ദിവസങ്ങളിലും ഈ മാസത്തിൽ രാത്രിയിലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളോ അല്ലാത്ത പക്ഷം വൈകുന്നേരങ്ങളിൽ 1-2 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പ്രത്യേക വിഭാഗത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കുക അല്ലെങ്കിൽ നിലവിലുള്ള കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് മാർച്ച് മാസത്തിൽ എല്ലാം പൂർത്തീകരിക്കണം എന്ന നിഷ്കർഷയോടുകൂടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ മേലധികാരികളിൽ നിന്നും വന്നു ചേരുവാൻ ഇടയുണ്ട്. ആധ്യാത്മിക പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. മാർച്ച് മാസത്തിൽ അവധി ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെച്ച് ഓണക്കാലത്തിനോടനുബന്ധമായി ജന്മനാട്ടിൽ വന്നു പോകാം എന്ന ധാരണയോടുകൂടി ആ കാലത്തേക്ക് വേണ്ടി അവധിക്ക് അപേക്ഷ നൽകുവാൻ ഇടയുണ്ട്. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ഇനി മുതൽ ജോലി സ്ഥലത്തിനോടനുബന്ധമായിട്ട് സ്ഥിരതാമസമാക്കാം എന്ന ധാരണയോടുകൂടി തന്നെ അതിനുള്ളൊരു അവസരത്തെ സ്വീകരിക്കുവാൻ ഇടയുണ്ട്. സത്സൂചനകൾ ലഭിച്ചതിനാൽ ഒരുപക്ഷെ കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും പുനരാരംഭിക്കുവാനിടയുണ്ട്. നാഡി രക്തദൂഷ്യജന്യങ്ങളായിട്ടുള്ള രോഗപീഠകൾക്ക് പ്രകൃതി ഭക്ഷണ രീതികളും യോഗയും പ്രാണായാമവും സ്ഥിരമായിട്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാൻ തീരുമാനിക്കും. അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴി ലക്ഷ്യപ്രാപ്തി നേടുവാൻ ഇടയുണ്ട്. മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ അമ്മയ്ക്ക് അസുഖങ്ങൾ വർദ്ധിക്കുന്നത് വഴി സ്വല്പം സമാധാനക്കേട് അനുഭവപ്പെടുവാനിടയുണ്ട്. അവതരണ ശൈലിയിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. നഷ്ടപ്പെട്ട പണം തിരിച്ചു ലഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രേഖാപരമായിട്ട് വ്യവസ്ഥകളെ അതിജീവിച്ചുകൊണ്ട് അതിനുള്ള കാര്യകാരണങ്ങളെല്ലാം സമർപ്പിക്കുവാനും അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വിഭവ സമാഹരണ യജ്ഞം ലക്ഷ്യപ്രാപ്തി നേടുവാൻ അവസരം വന്നു ചേരും. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. കുടുംബ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി അതിന് തക്കവണ്ണം വീട് വാങ്ങിക്കുവാനോ അല്ലെങ്കിൽ വാടകയ്ക്കെടുക്കുവാനോ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. ബന്ധുക്കൾക്കിടയിലുള്ള വാക്ക് തർക്കം പരിഹരിക്കുവാനായിട്ടും വസ്തുതർക്കം പരിഹരിക്കുവാനുമായിട്ടും മധ്യസ്ഥതയ്ക്ക് പോകുവാനും അന്തിമമായിട്ടൊരു രൂപരേഖ നൽകുവാൻ അവസരമുണ്ടാകുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗം കാണുന്നതുമുണ്ട്. ഇതാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഫെബ്രുവരി മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. നമസ്കാരം.